തിരുവനന്തപുരം തിരുവല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഷഹന ഷാജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ പിടികൂടിയിരിക്കുകയാണ്. ഷഹനയുടെ ഭർത്താവ് നൌഫലിനെയും മാതാപിതാക്കളെയുമാണ് തിരുവല്ലം പോലീസ് പിടികൂടിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികൾ തിരുവനന്തപുരത്ത് ബന്ധുവീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് പിടിവീണത്. ദിണ്ടിഗൽ സിനിമാ തിയേറ്ററിലേക്ക് പ്രതികൾ കയറുന്ന ദൃശ്യങ്ങളാണിത്. ബാംഗ്ലൂർ, ഹൈദരാബാദ്, മധുര, വിജയവാഡ അടക്കമുള്ള നഗരങ്ങളിൽ ഉല്ലാസയാത്രയ്ക്ക് പോയതുപോലെയായിരുന്നു പ്രതികളുടെ സഞ്ചാരമെന്ന് പോലീസ് പറയുന്നു. ബാംഗ്ലൂരിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് ബസ്സിലെത്തിയ പ്രതികൾ അവിടെ നിന്ന് ബന്ധുവിന്റെ കാറിൽ കാട്ടാക്കടയിലെ കണ്ടലയിൽ എത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് തിരുവല്ലം സ്വദേശി ഷഹന ആത്മഹത്യ ചെയ്തിട്ട് 26 ദിവസം പിന്നിട്ടപ്പോഴാണ് പ്രതികൾ പിടിയിലാകുന്നത്. പ്രതികൾക്കായി അന്വേഷണ സംഘം സംസ്ഥാനത്തിന് പുറത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഈ മാസം 25-ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഇവർ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. പ്രതികളുടെ നീക്കം തുടർച്ചയായി നിരീക്ഷിച്ചു വന്നതിനാലാണ് പോലീസിന് ഇവരെ പിടികൂടാനായത്. ഇന്ന് 3 പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ മറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രയാസകരമായിരുന്നു കണ്ട് എത്തുന്നതിനായിട്ട്. പ്രതികളെ തിരുവല്ലം സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഷഹനയുടെ ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തി. ആദ്യഘട്ടത്തിൽ നൌഫലിനെയും മാതാവ് സുനിധിയെയും മാത്രമാണ് പ്രതി ചേർത്തിരുന്നത്. പിന്നീട് രക്ഷപ്പെടാൻ സഹായിച്ചതിന് പിതാവ് നജീമിനെയും പ്രതി ചേർക്കുകയായിരുന്നു. 7 പേരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നിർണായകമായ CCTV പരിശോധനയിലൂടെയാണ് പ്രതികളിലേക്ക് എത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. Bapak